5 മാസമായിട്ട് ലീഡ്സൊക്കെ ഭയങ്കര മോശം. ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞതാ. എന്നാൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ ടീം ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നേരം ഒന്നും ഒരു ഫീഡ്ബാക്ക് വന്നില്ല. ഞാനതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ടീമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ക്യാമ്പയിൻ പ്രോപ്പർലി റൺ ആവുന്നുണ്ട്, കോസ്റ്റ് പെർ ലീഡെല്ലാം നമ്മുടെ ഒരു ബെഞ്ച് മാർക്കിനകത്ത് തന്നെയാണ്, നല്ലോണം പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, നല്ല ലീഡ്സ് ഉണ്ട്, ക്യാമ്പയിൻസിൻ്റെ ഭാഗത്ത് ഇഷ്യൂ ഇല്ല. അങ്ങനെ ഞാൻ അവരുടെ സെയിൽസ് ടീമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ആ റിയൽ ട്രാജഡി വെളിയിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെഡിക്കേറ്റഡ് സെയിൽസ് ടീം ഇല്ല. ആരാണോ അവൈലബിൾ അവരാണ് ആ സെയിൽസ് കോൾ മേക്ക് ചെയ്യുന്നത്. ഒരു ലീഡ് വരുന്നു, അന്നേരം ആരാണോ അവൈലബിൾ അവരാ ഒരു കോൾ അങ്ങ് ചെയ്യുന്നു. അപ്പോൾ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സെയിൽസ് കൺവേർഷൻ നടക്കുന്നത് ഒരു പ്രോപ്പർ ഫോളോ അപ്പിലൂടെയാണ്. ഒരു കോള് ഒരാൾ ചെയ്യുന്നു, അതിൻ്റെ ഫോളോ അപ്പ് കോൾ ചെയ്യുന്നത് രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കോൾ നടന്ന കോൺവെർസേഷൻ എന്താണെന്ന് ഈ രണ്ടാമത് വിളിക്കുന്ന ആൾക്ക് ഒരു ഐഡിയ ഇല്ല. ക്ലയൻറ്റ് അത് ഇറിറ്റേറ്റഡ് ആവും, അവർ കോമ്പറ്റീറ്റേഴ്സിന് എടുത്ത് പോകും. കാരണം ഡെഡിക്കേറ്റഡ് സെയിൽസ് ടീം അല്ലെങ്കിൽ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ല നോളജബിൾ ആയിട്ടുള്ള സെയിൽസ് ടീം ഉള്ളവർ ഇപ്പോൾ ഇഷ്ടം പോലെയാണ്. ഇത് ഞാനീ പറയുന്നത് ഒരു 10 to 15 ഇയേഴ്സ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ബിസിനസ് ഈസ് ജസ്റ്റ് സർവൈവിങ്. അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ ഒരു സെയിൽസ് ടീമിൻ്റെ കുറവ് തന്നെയാണ്. മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ഡോർ വരെ കൊണ്ടെത്തിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി അവർ അകത്ത് കയറ്റിയിട്ട് ഉത്തരവാദിത്തം സെയിൽസ് ടീമിനാണ്. അപ്പോൾ ആ ഒരു സെയിൽസ് ടീമിന് ഒരു പ്രോപ്പർ മെക്കാനിസം ഇല്ലെങ്കിൽ നിങ്ങൾ വിൻഡോ ഷോപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കാശെല്ലാം ചിലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടീം വേണം, സ്ട്രോങ് ആയിട്ടുള്ളൊരു സെയിൽസ് ടീം വേണം. ബിൽഡ് ബോത്ത് ഓർ ബിൽഡ് നത്തിങ്.